മനുഷ്യൻ അവസാനമായി ചന്ദ്രനിൽ കാലുകുത്തിയിട്ട് 50-ലധികം വർഷങ്ങൾ കഴിഞ്ഞു. ആകാശത്തെ ആ വെള്ളി വെളിച്ചത്തിലേക്ക് നാം വീണ്ടും നോക്കുകയാണ്. ഇത്തവണ വെറുമൊരു സന്ദർശനത്തിനല്ല, മറിച്ച് അവിടെ സ്ഥിരമായി താമസിക്കാനുള്ള തയ്യാറെടുപ്പുമായി. നാസയുടെ ഏറ്റവും കരുത്തുറ്റ ദൗത്യം ആർടെമിസ് 2 ഉടൻ കുതിച്ചുയരാൻ പോകുന്നു. എന്താണ് ആർടെമിസ് 2നെ ഇത്രമാത്രം സവിശേഷമാക്കുന്നത്? കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന ആദ്യ ദൗത്യമാണിത്. 4 ധീരരായ ബഹിരാകാശ സഞ്ചാരികളാണ് ഈ ചരിത്രയാത്രയിൽ പങ്കാളികളാകുന്നത്. ഭൂമിയിൽ നിന്നും ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ റോക്കറ്റായ SLSൽ അവർ കുതിച്ചുയരും. ഓറിയോൺ എന്ന പേടകത്തിനുള്ളിലിരുന്ന് അവർ ചന്ദ്രനിലേക്ക് ഏകദേശം 10 ദിവസം നീളുന്ന യാത്ര നടത്തും. ചന്ദ്രനെ ചുറ്റിപ്പറ്റിയുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ച് മനുഷ്യന്റെ ബഹിരാകാശ സാങ്കേതികവിദ്യ എത്രത്തോളം സുരക്ഷിതമാണെന്ന് അവർ ലോകത്തിന് കാണിച്ചു തരും. ചന്ദ്രനിൽ കാലുകുത്തുന്നതിന് മുൻപുള്ള ഏറ്റവും നിർണായകമായ പരീക്ഷണം. ആർടെമിസ് 2 വിജയിച്ചാൽ ആർടെമിസ് 3ലൂടെ ആദ്യത്തെ വനിതയും ചന്ദ്രനിലിറങ്ങും. ഭാവിയിൽ ചൊവ്വയിലേക്കുള്ള യാത്രകൾക്ക് ചന്ദ്രനെ ഒരു ഇടത്താവളമാക്കാനുമാണ് നാസ ലക്ഷ്യമിടുന്നത്. ഇതൊരു രാജ്യത്തിന്റെ മാത്രം വിജയമല്ല, മനുഷ്യരാശിയുടെ മുഴുവൻ സ്വപ്നമാണ്. നമ്മൾ വീണ്ടും പോകുന്നു ചന്ദ്രനിലേക്ക്, അതിനപ്പുറത്തേക്ക്.